ഹായ് കൂട്ടുകാരെ, ഇന്ന് റംസാനൊക്കെയാണ്. നിങ്ങളൊക്കെ എന്താണ് പരിപാടി? എന്തായാലും ഞാൻ ഇന്ന് വന്നേക്കുന്നത് നല്ലൊരു ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് നല്ലൊരു ഈദ് മുബാറക്ക് ആശംസിക്കുന്നു. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ടാകും. അപ്പോൾ ഞാനിന്ന് പറയാൻ വന്ന ടിപ്സ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടി ടിപ്സ് പറയാനാണ് വന്നത്. അതായത് ബ്യൂട്ടി ടിപ്സ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ ഈ 2-3 ദിവസം കൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള ടിപ്സുകൾ പറഞ്ഞിട്ടാണ്. അപ്പോൾ പറഞ്ഞായിരുന്നു ഇന്നത്തെ ടിപ്സ് ഒരു ബ്യൂട്ടി ടിപ്സാണ്. അതായത് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നൊരു പാക്കിനെ കുറിച്ചുള്ള ഒരു ടിപ്സാണ് പറയാൻ വന്നത്. അതായത് നമുക്ക് വീട്ടിൽ തന്നെ അത് ആ ഇൻഗ്രീഡിയൻസുകൾ വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. വലിയ വിലയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നുമല്ല, നല്ല റിസൾട്ട് കിട്ടുന്ന ഇൻഗ്രീഡിയൻസാണ്. അപ്പോൾ അങ്ങാടി കടയിൽ നിന്ന് വാങ്ങിക്കേണ്ടതാണ്. ഞാനിന്ന് ഇരിക്കുന്ന സ്ഥലം മാറ്റമാണ്, ഞാൻ വീട്ടിലല്ല ഉള്ളത്. അപ്പോൾ ഞാനിന്ന് പറയാൻ വന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ അങ്ങാടിക്കടയിൽ കിട്ടുന്ന ചിറ്റമൃതം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഈ ചിറ്റമൃത് വളരെ വിശേഷപ്പെട്ടൊരു ഔഷധമാണ്. അപ്പോൾ അതുപോലെ തന്നെ കറുക, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ കറുക. അപ്പോൾ കറുക, ചിറ്റമൃത്, പച്ചമഞ്ഞൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ എള്ളും എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ കടുക്കത്തോട്, കടുക്ക എന്ന് പറയുന്നത് നമ്മൾ കരളിലെ അസുഖത്തിനെല്ലാം യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ അത് കടുക്കയുടെ തോട് ഇത് സമം എടുത്ത ശേഷം കഴുകി നല്ല വൃത്തിയാക്കി എടുക്കുക. എടുത്തതിന് ശേഷം ഇതിനെ നല്ലതുപോലെ കുറച്ച് പാലുകൂടി മിക്സ് ചെയ്ത ശേഷം ഇതിനെ തിളപ്പിച്ച് നല്ല വറ്റിച്ച് നല്ലൊരു ക്രീമി ടെക്സ്ചർ പരുവാകുമ്പോഴത്തേക്ക്, എന്ന് വെച്ചാൽ നമുക്ക് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ കണക്കാക്കിയിട്ടുള്ള ഒരു അത്രയ്ക്കുള്ള പാകത്തിനുള്ള പാലിൻ്റെ ആ മിക്സ് ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് തണുത്ത് ഒന്ന് ഇതായിട്ട് വരണം. അതായത് കുറുകി വരുന്ന പരുവം നമുക്ക് അരച്ചെടുക്കാൻ കഴിയുന്ന ആ പാകത്തിനാക്കി എടുക്കുക. അതിനുശേഷം ഇതിനെ ഒരു അപ്പോൾ ഈ ക്രീമിൻ്റെ ആ നമ്മൾ അരച്ചെടുക്കാൻ വെച്ചേക്കുന്ന ടെക്സ്ചറിനകത്ത്, ക്രീമി ടെക്സ്ചറിനകത്ത് ഒരു നൂൽപ്പരുവം, അതുപോലെ ഒരു മൃദുലമായ രീതിയിലുള്ളൊരിത് കണ്ടൻറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ഒന്ന് മിക്സിയുടെ ബ്ലെൻഡ് ചെയ്യുകയെല്ലാം നല്ല അരച്ചെടുത്തതിന് ശേഷം അത് എന്ത് ചെയ്യണം, ഒരു 1/4 മണിക്കൂർ, ഒരു 20 മിനിറ്റ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. 20 മിനിറ്റിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, വാഷ് ചെയ്ത് കളയുക. ഇങ്ങനെ ഒരു ആഴ്ചയിൽ 1 ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ടാണ് കൂട്ടുകാരെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയുക. ഫേഷ്യൽ പോലെ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിനെ പാക്കായിട്ട് ഇടാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് ചെയ്ത ശേഷം ഇതിന് ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക കൂട്ടുകാരെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. ടാറ്റ, ബൈ.